സാറേ, ഞങ്ങൾക്കൊരു വീട് വെച്ചു തരണം, അതിൽ ഞങ്ങൾക്ക് ഉറങ്ങണം. ഞാൻ വലുതാകുമ്പോൾ വലിയൊരു ജോലി വാങ്ങി ഈ പൈസയൊക്കെ സാറിന് തിരികെ തന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി മലയാളി മനസ്സിനെ ഒന്നടങ്കം ഉലച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുകാരി റുവാനിയുടെ വാക്കുകളാണ് ഇത്. ചോർന്നൊലിക്കുന്നൊരു കൊച്ചു ചായ്പിലിരുന്ന് വിഴിഞ്ഞം സ്വദേശിനിയായ ഈ കുരുന്ന് മുഖ്യമന്ത്രിയോട് നടത്തിയ ആ സങ്കടം പറച്ചിൽ ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലും ഒരു സാധാരണക്കാരൻ്റെ, അതും ഒരു കൊച്ചുകുട്ടിയുടെ സങ്കടം കേട്ട് അടിയന്തരമായി ഇടപെട്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആ കുഞ്ഞിൻ്റെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. നമുക്കാദ്യം ഈ കൊച്ചുമിടുക്കിയുടെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം സ്വദേശിനിയാണ് റുവാനി എന്ന ഈ 6 വയസ്സുകാരി. ഓട്ടോറിക്ഷ ഡ്രൈവറായ റീഗലിൻ്റെ മകൾ. റുവാനിയെ കൂടാതെ ഈ ദമ്പതികൾക്ക് ഒരു മകൻ കൂടിയുണ്ട്. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയാണ് റീഗൽ. ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ 4 അംഗ കുടുംബം ജീവിച്ചു പോകുന്നത്. ഇന്നത്തെ കാലത്ത് നിത്യനിദാന ചെലവുകൾ കഴിഞ്ഞ് ഒരു സെൻറ്റ് സ്ഥലം വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്യുക എന്നത് ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. തങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ ദുരിതത്തിലായ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് റുവാനി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ മുൻകൈയെടുത്താണ് ഇവർക്ക് 2.5 സെൻറ്റ് സ്ഥലം വാങ്ങി നൽകിയത്. വീടില്ലാത്തവർക്ക് ഭൂമി കിട്ടിയാൽ അതൊരു വലിയ ആശ്വാസമാണ്. എന്നാൽ ഈ മണ്ണിൽ ഒരു സുരക്ഷിതമായ വീട് പണിയാൻ ഈ പാവപ്പെട്ട കുടുംബത്തിന് എവിടെ നിന്നും പണം കിട്ടിയില്ല. ഒടുവിൽ ആ 2.5 സെൻറ്റ് മണ്ണിൽ ഷീറ്റുകൾ മേഞ്ഞ താൽക്കാലികമായ ഒരു ചെറിയ മുറി അവർ കെട്ടിയുണ്ടാക്കി. ആ ചെറിയ ചായ്പിലാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ കുടുംബം താമസിച്ചത്. കേൾക്കുമ്പോൾ നമുക്കിതൊരു സാധാരണ കഥയായി തോന്നാം. കാരണം കേരളത്തിൽ ഇങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ ആ ഷീറ്റിട്ട മുറിക്കുള്ളിലെ ജീവിതം എത്രത്തോളം നരക തുല്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം. കഠിനമായ വേനൽക്കാലത്ത് ആ ഷീറ്റിന് താഴെ ചൂടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതിലും ഭീകരമാണ് കാലവർഷം എത്തിയാൽ, പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലെയുള്ള സ്ഥലത്ത്. കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ 6 വയസ്സുകാരിയും കുടുംബവും ഉറങ്ങിയിട്ടില്ല. മേൽക്കൂരയിലെ ഷീറ്റിൻ്റെ വിടവിലൂടെ വെള്ളം അകത്തേക്ക് ഒലിച്ചിറങ്ങും. തറ മുഴുവൻ വെള്ളമാകും. പാത്രങ്ങൾ എടുത്തുവച്ചാണ് ഇവർ പലപ്പോഴും വെള്ളം മാറ്റുന്നത്. കുട്ടികൾക്ക് ഇരുന്നു പഠിക്കാനോ രാത്രി സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാനോ പോലുമുള്ള സാഹചര്യം ആ കൊച്ചു വീട്ടിൽ ഇല്ല. റുവാനിയുടെ അച്ഛൻ റീഗൽ സ്വന്തമായി ഒരു വീടിനായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയോ മറ്റേതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളിലൂടെയോ ഒരു വീട് അനുവദിച്ച് കിട്ടാൻ വർഷങ്ങളായി ഇവർ അപേക്ഷകൾ നൽകിക്കൊണ്ടേയിരുന്നു. വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലുമൊക്കെ മാറി മാറി പോയി. എന്നാൽ ചുവപ്പ് നാടകളിൽ കുരുങ്ങി ഇവരുടെ അപേക്ഷകൾ എപ്പോഴും തള്ളപ്പെടുകയായിരുന്നു. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ വൈകുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു സാധാരണക്കാരൻ എത്രത്തോളം നിരാശനാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കുടുംബം. ഒടുവിൽ മുതിർന്നവർ തോറ്റെടുത്താണ് 6 വയസ്സുകാരി റുവാനി തൻ്റെ നിഷ്കളങ്കമായ ആയുധമെടുത്തത്. അത് അവളുടെ വാക്കുകളായിരുന്നു. തൻ്റെ അമ്മയും അച്ഛനും വീടിനായി കഷ്ടപ്പെടുന്നത്, മഴ പെയ്യുമ്പോൾ വിഷമിക്കുന്നത് ഈ 6 വയസ്സുകാരി കാണുകയായിരുന്നു. ഒടുവിലാണ് അവൾ ഒരു മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞത്. ഞങ്ങൾക്കൊരു വീട് വേണം സാറേ, അതിൽ ഉറങ്ങണം എന്ന് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു വലിയ സങ്കടമുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അവൾ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനിപ്പോൾ ചെറിയ കുട്ടിയാണ്, പക്ഷേ ഞാൻ വലുതായി പഠിച്ച് വലിയൊരു ജോലി കിട്ടുമ്പോൾ ഈ വീട് വെക്കാൻ തരുന്ന പൈസയൊക്കെ മുഖ്യമന്ത്രി സാറിന് തിരികെ തന്നേക്കാം എന്നുള്ളത്. ഈ ഒരു വാക്ക് അതാണ് മലയാളി നെഞ്ചിലേറ്റിയത്. സ്വന്തം ചോർച്ചയുള്ള വീട് കണ്ട് വിഷമിക്കുന്ന ഒരു കുഞ്ഞ് ഭാവിയിൽ കടം വീട്ടിക്കൊള്ളാമെന്ന ഉറപ്പിലാണ് ഈ നാട്ടിലെ ഭരണാധികാരിയോട് സഹായം ചോദിക്കുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതോടെ കാട്ടുതീ പോലെയാണ് പടർന്നത്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തു. അധികാരികളുടെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ ആ പ്രതീക്ഷ തെറ്റിയില്ല. ജനങ്ങൾ ഏറ്റെടുത്ത ആ വീഡിയോ വളരെ കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ തരംഗമായതോടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ശ്രദ്ധയിലും ഈ വിവരം എത്തിച്ചേർന്നു. സാധാരണയായി രാഷ്ട്രീയ വിവാദങ്ങളും വലിയ ഫയലുകളും ഒക്കെ നോക്കുന്ന തിരക്കുകൾക്കിടയിലും ഒരു കൊച്ചുകുട്ടിയുടെ ഈ സങ്കടം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം ഒട്ടും സമയം കളയാൻ തയ്യാറായില്ല. വിഴിഞ്ഞത്തുള്ള റുവാനിയുടെ കുടുംബത്തിൻ്റെ ഫോൺ നമ്പർ ഉടനടി സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി അവരെ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഫോണിൻ്റെ മറുതലയ്ക്കൽ മുഖ്യമന്ത്രിയുടെ ശബ്ദം കേട്ടപ്പോൾ റുവാനിയുടെ മാതാപിതാക്കൾക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി വളരെ സ്നേഹത്തോടെ റുവാനിയോടും സംസാരിച്ചു. മോളൊട്ടും വിഷമിക്കേണ്ടെന്നും മോളുടെ സങ്കടം ഞാൻ അറിഞ്ഞുവെന്നും മോൾക്ക് സുരക്ഷിതമായ നല്ലൊരു പുതിയ വീട് വച്ചു തരുമെന്നുള്ള ഉറപ്പ്
അതിനുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകുന്നു. വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി നിരാശരായ കുടുംബത്തിന് മുന്നിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് ഈ വലിയ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് വർഷങ്ങളായുള്ള ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ സന്തോഷ കണ്ണീരായിരുന്നു. രാത്രി പെയ്യുമ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചേരണം, അതിൽ ഞങ്ങൾ ഉറങ്ങാം. ഞാൻ വലുതാവുമ്പം ഞാൻ പൈസ തരാം.